ദൈവത്തിന് മഹത്വം. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമയം സാക്ഷിയിൽ ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശയും സ്നേഹവും പകർന്നു നൽകിയ ഒരു വിശുദ്ധയാണ്, വിശുദ്ധ മദർ തെരേസ. 1997 സെപ്റ്റംബർ 5 ഈ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ പ്രതീകം നമ്മെ വിട്ടുപിരിഞ്ഞു. വിശുദ്ധ മദർ തെരേസയുടെ വിയോഗം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ദുഃഖത്തിലാഴ്ത്തി. പ്രത്യേകിച്ച് അശരണർക്കും ആലംബഹീനർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മഹതിയുടെ വേർപാട് ഒരു വലിയ ശൂന്യതയാണ് ലോകത്ത് അവശേഷിപ്പിച്ചത്. അവർക്ക് അമ്മയെ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു അത്. അന്നത്തെ പത്രവാർത്തകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ലോകമെമ്പാടും വിശുദ്ധ മദർ തെരേസയുടെ മരണവാർത്ത അന്നത്തെ പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചത്. അന്ന് ആ പത്രങ്ങളിൽ അവരുടെ ചിത്രവും നിറഞ്ഞു നിന്നു. ഇന്ത്യൻ പത്രങ്ങളും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് അന്ന് നൽകിയത്. ചില തലക്കെട്ടുകൾ ഇങ്ങനെയായിരുന്നു: അമ്മ യാത്രയായി, ലോകം കണ്ണീരിൽ എന്ന് മാതൃഭൂമി എഴുതിയപ്പോൾ കാരുണ്യത്തിൻ്റെ ദീപം കെട്ടു, മദർ തെരേസ അന്തരിച്ചു എന്ന് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു. അന്നേരം സ്നേഹത്തിൻ്റെ അമ്മയ്ക്ക് വിട എന്നായിരുന്നു ദേശാഭിമാനിയുടെ തലക്കെട്ട്. ടൈംസ് ഓഫ് ഇന്ത്യയാകട്ടെ മദർ തെരേസ സെയിൻറ്റ് ഓഫ് ദ ഗട്ടേഴ്സ് ഡൈസ് അറ്റ് 87 എന്നായിരുന്നു രേഖപ്പെടുത്തിയത്. USA ന്യൂയോർക്ക് ടൈംസിൽ മദർ തെരേസ 87 ഡൈസ് സെയിൻലി സ്റ്റേൺ ആൻഡ് സ്റ്റബോൺ എന്ന് രേഖപ്പെടുത്തി. വിശുദ്ധയും കർക്കശയും ഉറച്ച നിലപാടുകാരിയും. UK ദി ഗാർഡിയൻ എന്ന പത്രത്തിൽ മദർ തെരേസ സിംബൽ ഓഫ് ചാരിറ്റി ഡൈസ്, കാരുണ്യത്തിൻ്റെ പ്രതീകം മദർ തെരേസ അന്തരിച്ചു. ഫ്രാൻസിലെ ലെ മോൻറ്റെ എന്ന പത്രം ചേരികളിലെ വിശുദ്ധ മദർ തെരേസ അന്തരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയത്. UK ദ ഇൻഡിപെൻഡൻറ്റ് പത്രമാകട്ടെ എ ഡേ ദാറ്റ് ഷൂക്ക് ദ വേൾഡ്, ഡെത്ത് ഓഫ് മദർ തെരേസ, ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു ദിവസം, മദർ തെരേസയുടെ മരണം. മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ നിര്യാണത്തെക്കുറിച്ചും BBC തുടർച്ചയായി വാർത്തകൾ നൽകിക്കൊണ്ടേയിരുന്നു. അവരുടെ പ്രശസ്തമായ ഡോക്യുമെൻ്ററി സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് മദർ തെരേസയെ ലോകത്തിന് പരിചയപ്പെടുത്തിയതിൽ വലിയ പങ്ക് വഹിച്ചു. ഡയാന രാജകുമാരിയുടെ മരണവാർത്തയ്ക്ക് ശേഷം അധികം വൈകാതെ മദർ തെരേസയുടെ മരണവാർത്തയും CNN പ്രാധാന്യത്തോടെ നൽകി. ലോകം എമ്പാടുമുള്ള അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും സാധാരണക്കാരുടെ ജീവിതത്തിൽ അവർ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. ഈ തലക്കെട്ടുകളെല്ലാം മദർ തെരേസയുടെ വിയോഗം ജനങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രമാണ്. ഒരു ലളിതമായ ജീവിതം നയിച്ചിരുന്ന കന്യാസ്ത്രീ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഇടം നേടിയത് അവരുടെ ജീവിതം മനുഷ്യരാശിക്ക് നൽകിയ അമൂല്യമായ സംഭാവനകൾ കൊണ്ട് മാത്രമായിരുന്നു. 1910 ഓഗസ്റ്റ് 26 ഇന്നത്തെ വടക്കൻ മാസിഡോണിയയുടെ തലസ്ഥാനമായ സ്കോപ്പിയിൽ ജനിച്ച ആഗ്നസ് ഗോൺസെ ബൊയാജിയോ ആണ് പിൽക്കാലത്ത് ലോകം കണ്ട മദർ തെരേസയായി മാറിയത്. സമ്പന്നമല്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച് ചെറുപ്പത്തിൽ തന്നെ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിച്ചിരുന്നു. 18-ാം വയസ്സിൽ അയർലൻഡിലെ ലൊറേറ്റോ സിസ്റ്റേഴ്സ് ഓഫ് ഡബ്ലിൻ എന്ന കന്യാസ്ത്രീ മഠത്തിൽ ചേർന്ന അവർക്ക് മിഷണറി പ്രവർത്തനങ്ങളോടുള്ള താൽപ്പര്യം അവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്. 1929 ഇന്ത്യയിലെ കൊൽക്കത്തയിലെത്തി സെൻറ്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. എന്നാൽ കൊൽക്കത്തയിലെ ചേരികളിലെ ദാരിദ്ര്യവും ദുരിതങ്ങളും അവരെ വല്ലാതെ അസ്വസ്ഥയാക്കി. നിരത്തിൽ മരിച്ചു വീഴുന്നവരും രോഗികളും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളും അവരുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. വിളിയുടെ ഉള്ളിലെ വിളി എന്ന് അവർ വിശേഷിപ്പിച്ച ഒരു ആത്മീയ പ്രചോദനത്തിൽ സാധാരണ കന്യാസ്ത്രീ വസ്ത്രം ഉപേക്ഷിച്ച് നീല വരയുള്ള വെള്ള സാരി ധരിച്ച് 1948
ചേരികളിലേക്ക് ഇറങ്ങിച്ചെന്നു. അശരണർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുവാനുള്ള ഒരു ദൃഢനിശ്ചയമായിരുന്നു അത്. 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സഭയ്ക്ക് അവർ രൂപം നൽകി. നിർമ്മൽ ഹൃദയ് എന്ന അവരുടെ ആദ്യത്തെ ഭവനം തെരുവിൽ മരിച്ചു വീഴുന്ന ആളുകൾക്ക് അവസാന നാളുകളിൽ സ്നേഹവും പരിചരണവും നൽകുവാൻ തുടങ്ങി. ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അനാഥാലയങ്ങൾ, കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന കേന്ദ്രങ്ങൾ, എയ്ഡ്സ് രോഗികൾക്കായുള്ള ഹോസ്പിറ്റലുകൾ എന്നിവയും ആരംഭിച്ചു. മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ അതിരുകൾ ഭേദിച്ച് ലോകമെമ്പാടും വ്യാപിച്ചു. 130 അധികം രാജ്യങ്ങളിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് കേന്ദ്രങ്ങളുണ്ടായി. ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനുള്ള അവരുടെ നിസ്തുലമായ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അവർക്ക് ലഭിച്ചു. ഏറ്റവും ദരിദ്രർ ആയവരിൽ ദരിദ്രരെ സേവിക്കുക എന്നതായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യം. ലഭിച്ച സമ്മാനത്തുക പോലും അവർ തൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചത്. മദർ തെരേസയുടെ സേവന ജീവിതം നിരവധി സംഭവബഹുലമായ അധ്യായങ്ങളാൽ നിറഞ്ഞതാണ് എന്നതാണ് വാസ്തവം. അതിൽ ചിലത് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചു, നിർമ്മൽ ഹൃദയ്, മരണക്കിടക്കയിൽ ഒരു സ്നേഹാലയം. മദർ തെരേസയുടെ ആദ്യത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സംരംഭമാണ് 1952 ആരംഭിച്ച നിർമ്മൽ ഹൃദയ് അഥവാ നിഷ്കളങ്ക ഹൃദയം എന്ന ഭവനം. കൊൽക്കത്തയിലെ കാളിഘട്ട് ക്ഷേത്രത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ കെട്ടിടത്തിൽ ആരംഭിച്ച ഈ ഭവനം തെരുവിൽ മരണത്തെ കാത്തുകിടന്ന മനുഷ്യരെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. പലപ്പോഴും സ്വന്തം കൈകൊണ്ട് മലമൂത്ര വിസർജ്യങ്ങൾ വൃത്തിയാക്കി മുറിവുകൾ വെച്ചുകെട്ടി അവർക്ക് അവസാന നാളുകളിൽ ഒരു തുള്ളി സ്നേഹം പകർന്നു നൽകി. ഈ ഭവനത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പലപ്പോഴും വലിയ എതിർപ്പുകൾ നേരിട്ടെങ്കിലും മദറിൻ്റെ നിശ്ചയദാർഢ്യം വിജയിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ അവർ മരിക്കാറായ ആളുകൾക്ക് അന്തസ്സോടെ മരിക്കുവാനുള്ള അവസരം നൽകി. കുഷ്ഠരോഗം വല്ലാതെ പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ രോഗികളെ കാണാൻ പോലും ആളുകൾ മടിച്ചിരുന്നു. മദർ തെരേസയും ഒപ്പമുണ്ടായിരുന്ന സിസ്റ്റേഴ്സും കുഷ്ഠരോഗികളെ സ്വന്തം കൈകൊണ്ട് ശുശ്രൂഷിക്കുവാൻ ആരംഭിച്ചു. കൊൽക്കത്തയ്ക്ക് പുറത്ത് ശാന്തി നഗർ, സിറ്റി ഓഫ് പീസ് എന്ന പേരിൽ കുഷ്ഠരോഗികൾക്കായി ഒരു ഗ്രാമം തന്നെ അവർ സ്ഥാപിച്ചു. കുഷ്ഠരോഗികൾക്ക് ചികിത്സയും താമസ സൗകര്യവും ജോലിയും നൽകി അവരെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ മദർ നടത്തിയ ശ്രമങ്ങൾ അവിശ്വസനീയമായിരുന്നു. ആയിരത്തി 1982 ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലും പാലസ്തീൻ സൈനികരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. ഈ യുദ്ധഭൂമിയിൽ കുടുങ്ങിക്കിടന്ന 37 കുട്ടികളെ രക്ഷിക്കുവാൻ മദർ തെരേസ നേരിട്ട് ഇടപെട്ടു അത്രേ. താൽക്കാലികമായി വെടിനിർത്തൽ ഏർപ്പെടുത്തുവാൻ അവർ വിവിധ കക്ഷികളുമായി സംസാരിച്ചു. അവരുടെ സ്വാധീനം കാരണം വെടിനിർത്തൽ പോലും പ്രഖ്യാപിക്കപ്പെട്ടു. ഈ സമയത്ത് റെഡ് ക്രോസ് വോളണ്ടിയർമാരുടെ സഹായത്തോടെ അവർ കുട്ടികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഇത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു അന്ന്. ഒരു കന്യാസ്ത്രീയുടെ നിശ്ചയദാർഢ്യം ഒരു യുദ്ധഭൂമിയിൽ സമാധാനം കൊണ്ടുവന്ന വലിയ സംഭവം. ചെർണോബിൽ ദുരന്തത്തിൽ സഹായഹസ്തം നൽകിയതും മറ്റൊരു സംഭവമായിരുന്നു. 1986 ചെർണോബിൽ ആണവ ദുരന്തം നടന്നതിന് ശേഷം റേഡിയേഷൻ ഭീഷണി വല്ലാതെ നിലനിന്നിരുന്നിട്ടും മദർ തെരേസയും കൂടെയുള്ള സിസ്റ്റേഴ്സും അവിടേക്ക് സഹായമെത്തിക്കുവാൻ മുൻകൈയെടുത്തു. ദുരിതബാധിതർക്ക് ആശ്വാസം നൽകുവാനും വൈദ്യസഹായം എത്തിക്കുവാനും അവർ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി. എയ്ഡ്സ് രോഗികൾക്ക് ആശ്വാസം നൽകിയ സംഭവവും എടുത്തു പറയേണ്ടത് തന്നെ. 1980കളിൽ എയ്ഡ്സ് രോഗം ഒരു സാമൂഹിക ഭ്രഷ്ടായിരുന്ന കാലത്ത് മദർ തെരേസ ഈ രോഗികളെയും ചേർത്തു പിടിച്ചു. ന്യൂയോർക്കിലും വാഷിങ്ടൺ DC-യിലും എയ്ഡ്സ് രോഗികൾക്കായി പ്രത്യേക ഹോസ്പിറ്റലുകൾ ആരംഭിച്ചു. രോഗികളെ പരിചരിക്കുവാൻ ആളുകൾ മടിച്ചിരുന്ന കാലത്ത് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റേഴ്സ് അവരെ കരുതലോടെ പരിചരിച്ചു.
ഈ സംഭവങ്ങളെല്ലാം മദർ തെരേസയുടെ അസാധാരണമായ ധൈര്യത്തെയും മനുഷ്യരാശിയോടുള്ള അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയെയും എടുത്തു കാണിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. 18-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരവധി സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും സ്ഥാപിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ചരിത്രത്തിൽ മദർ തെരേസ ഒരു അതുല്യ വ്യക്തിത്വമായി മാറി. കാരണം അവർ വെറും മതമാറ്റത്തിലോ സ്ഥാപനവൽക്കരണത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, അതായത് വിശപ്പ്, രോഗം, ഒറ്റപ്പെടൽ മുതലായവയ്ക്ക് പ്രാധാന്യം നൽകി. മദർ തെരേസയുടെ മിഷണറി പ്രവർത്തനം കേവലം വാക്കുകളിലൂടെ ആയിരുന്നില്ല, മറിച്ച് പ്രവൃത്തികളിലൂടെയായിരുന്നു. വിശപ്പുള്ളവന് ഭക്ഷണം നൽകുക, രോഗികളെ ശുശ്രൂഷിക്കുക, ഒറ്റപ്പെട്ടവരെ ആശ്വസിപ്പിക്കുക, ഇതായിരുന്നു മദർ തെരേസയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ രീതി. ഒരു വ്യക്തിയുടെ മതം എന്താണ് എന്ന് അവർ ഒരിക്കലും അന്വേഷിച്ചില്ല. സഹായം ആവശ്യമുള്ള എല്ലാവർക്കും അവർ സഹായമായി മാറി. അമ്മ എന്ന് ലോകം അവരെ വിളിച്ചത് അവർക്ക് ജാതിയോ മതമോ ദേശമോ ഇല്ലാത്ത ഒരു യഥാർത്ഥ അമ്മയെപ്പോലെ ആയിരുന്നതുകൊണ്ട് തന്നെയാണ്. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ മാനം നൽകിയ വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രായോഗികമായി എങ്ങനെ ജീവിച്ച് കാണിക്കാമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മദറിൻ്റെ അവസാന നാളുകൾ ഏറെ സങ്കീർണമായിരുന്നു. ഏറെക്കാലമായി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അവരെ വല്ലാതെ അലട്ടിയിരുന്നു. 1980കളുടെ അവസാനത്തിൽ മദറിന് ഹൃദയാഘാതമുണ്ടായി. തുടർന്ന് പേസ് മേക്കർ ഘടിപ്പിക്കുകയും ചെയ്തു. കൂടാതെ മലേറിയ, ന്യൂമോണിയ, വൃക്കരോഗങ്ങൾ എന്നിവയും അവരുടെ ആരോഗ്യനിലയെ സാരമായി ബാധിച്ചിരുന്നു. അവസാന നാളുകളിൽ അമ്മയുടെ ആരോഗ്യം കൂടുതൽ വഷളാവുകയും ഒടുവിൽ 1997 സെപ്റ്റംബർ 5 ഹൃദയസ്തംഭനത്തെ തുടർന്ന് അമ്മ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. മദറിൻ്റെ മരണം അപ്രതീക്ഷിതം അല്ലായിരുന്നു എങ്കിലും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അതൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു. മദർ തെരേസയുടെ മരണസമയത്ത് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ സംഭവങ്ങൾക്കൊന്നും സാക്ഷ്യം വഹിച്ചിരുന്നില്ല. എങ്കിലും അവരുടെ മരണം രാജ്യമെമ്പാടും വലിയ ചർച്ചയായി. സാധാരണക്കാർ മുതൽ രാഷ്ട്ര തലവന്മാർ വരെ അനുശോചനം രേഖപ്പെടുത്തി. മദറിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ആ കാലത്ത് എത്തിച്ചേർന്നത്. രാജ്യം ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര തലത്തിലുള്ള പല പ്രമുഖരും മദറിൻ്റെ അനുസ്മരണ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. സ്വന്തം സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു മദറിൻ്റേത്. ഏറ്റവും ദരിദ്രർ ആയവരെയും അവശരെയും സഹായിക്കുവാൻ അമ്മ കാണിച്ച ആത്മാർത്ഥത, സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രാധാന്യം മാലോകരെ പഠിപ്പിക്കുന്നു. മനുഷ്യ സേവനം ഈശ്വര സേവയാണെന്ന തത്വം അമ്മ സ്വജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയായിരുന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അവശരോടുമുള്ള നമ്മുടെ കടമയെക്കുറിച്ച് മദർ തെരേസ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓരോ വ്യക്തിക്കും മറ്റൊരാളെ സഹായിക്കുവാൻ കഴിയുമെന്നും ചെറിയ പ്രവൃത്തികളിലൂടെ പോലും വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ കഴിയുമെന്നും അമ്മ കാണിച്ചു തന്നു. നമ്മുടെ ചുറ്റുമുള്ള ദുരിതങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതെ പ്രതികരിക്കുവാൻ അമ്മയുടെ ജീവിതം നമ്മെ വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. മതമോ ജാതിയോ വർണ്ണമോ നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ മദർ തെരേസ പഠിപ്പിച്ചു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക എന്നതായിരുന്നു അവരുടെ ലളിതമായ സന്ദേശം. സ്നേഹത്തിന് ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. വെറുപ്പിനും വിദ്വേഷത്തിനും പകരം സ്നേഹം മാത്രം പ്രചരിപ്പിക്കുവാൻ മദർ ആഹ്വാനം ചെയ്തു.
ലോകം മുഴുവൻ ആദരിച്ചപ്പോഴും അവർ ഒരു സാധാരണ കന്യാസ്ത്രീയായി എളിമയോടെ ജീവിച്ചു. ലഭിച്ച ബഹുമതികളൊന്നും മദറിനെ മാറ്റിമറിച്ചില്ല. വിനയം എല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കേണ്ട ഒരു മഹത്തായ ഗുണമാണ് എന്ന് മദറിൻ്റെ ജീവിതം ജനങ്ങളെ ഓർമ്മപ്പെടുത്തി. താൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനാണ് എന്ന് അവർ എപ്പോഴും പറഞ്ഞു. കൊൽക്കത്തയിലെ ചേരികൾ തുടങ്ങിയ അവരുടെ പ്രവർത്തനം ലോകം മുഴുവൻ വ്യാപിച്ചത് അവരുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും ദീർഘവീക്ഷണവും കൊണ്ടാണ്. ഒരു ലക്ഷ്യത്തിനായി ഉറച്ചു നിന്ന് പ്രവർത്തിച്ചാൽ എത്ര വലിയ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ കഴിയുമെന്ന് മദറിൻ്റെ ജീവിതം തെളിയിക്കുന്നു. നിരന്തരമായ പ്രയത്നങ്ങളിലൂടെ മാത്രമേ വലിയ ലക്ഷ്യങ്ങൾ നേടാനാകൂ. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുക എന്നതായിരുന്നു മദറിൻ്റെ ഒരു പ്രധാന തത്വം. ഓരോ ദിവസവും നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് കാണിക്കുന്ന ചെറിയ ദയയും സ്നേഹവും പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് അവർ പറയാതെ പറഞ്ഞു. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയണം. പ്രതിസന്ധികളിലെ വിശ്വാസവും എടുത്തു പറയേണ്ടതാണ്. മദർ തെരേസയുടെ ആത്മീയ ജീവിതത്തിൽ ഇരുണ്ട രാത്രികൾ ഉണ്ടായിരുന്നതായി അവരുടെ കത്തുകളിൽ നിന്ന് പിന്നീട് വെളിപ്പെട്ടു. ദൈവസാന്നിധ്യം അനുഭവിക്കുവാനാകാത്ത വേദന നിറഞ്ഞ നിമിഷങ്ങൾ അവർക്കുണ്ടായിരുന്നു അത്രേ. എങ്കിലും വിശ്വാസം കൈവിടാതെ അവർ തങ്ങളുടെ ദൗത്യം തുടർന്നു. പ്രതിസന്ധികളിൽ പോലും വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഒടുവിൽ മദറിൻ്റെ വേർപാടിന് 2 പതിറ്റാണ്ട് പൂർണ്ണമാകുമ്പോൾ ലോകത്തിലെ വിശ്വാസികൾ, അമ്മയെ സ്നേഹിക്കുന്നവർ കാത്തിരുന്ന ആ ബഹുമതി എത്തി. 2016 സെപ്റ്റംബർ മാസം 4-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ മദറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ മദർ തെരേസ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മദർ തെരേസ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞു. എന്നാൽ അവരുടെ ഓർമ്മകളും അവർ പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാഠങ്ങളും ഇന്നും ലോകത്ത് ജീവിക്കുന്നു. ഒരു സാധാരണ സ്ത്രീക്ക് എങ്ങനെ ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് വിശുദ്ധ മദർ തെരേസ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. വിശുദ്ധ മദർ തെരേസയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. സമയം സാക്ഷിയുടെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.